മോൾ ഉറക്കമായിരുന്നല്ലോ. ആ സമയത്ത് ഇവിടെ ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്നറിയോ? ഇല്ല. നമ്മള് നേരത്തെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടില്ലേ, ആനന്ദ്, അനവിന്ദന്റെ മകൻ. അതെ. അവര് വെറുതെ വന്നതല്ല, ഒരു വിവാഹാലോചനയായിട്ട് വന്നതാ. ആനന്ദിന് മോളെ വലിയ ഇഷ്ടമായി. ഇതിനത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വിവാഹാലോചന വരുന്നത് സാധാരണ കാര്യമല്ലേ. അരവിന്ദനും ഞാനും തമ്മിൽ നല്ല സുഹൃത്തുക്കളാ. അവരുടെ കുടുംബം നല്ല, ആ പയ്യനും കൊള്ളാം. അല്ലേ ശാന്തി? അതെ. ഇതെന്താ ശാന്തി, മോക്കൊരു വിവാഹകാര്യം വരുമ്പോ ഇങ്ങനെ നിൽക്കുന്നത്? സാധാരണ അമ്മമാരല്ലേ ഇതിനൊക്കെ മുന്നോട്ട് നിൽക്കുന്നത്. പൂജാരി പറഞ്ഞത് മോളും കേട്ടതല്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളുടെ വിവാഹം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ആനന്ദിനെ മോക്ക് ഇഷ്ടമായോ? എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട. അതെന്താ കാരണം? സാധാരണ വിവാഹക്കാര്യം പറയുമ്പോ പെൺകുട്ടികള് നിഷേധിക്കുന്നുണ്ടെങ്കിലേ അതിനർത്ഥം അവരുടെ മനസ്സിൽ ആരോ ഉണ്ടെന്നാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്റെ കുട്ടിയുടെ മനസ്സിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മോളെ? മറ്റാരോടും ഇഷ്ടമൊന്നുമില്ല. പക്ഷേ വിവാഹം ഇപ്പൊ വേണ്ട. മോളെ നോക്ക്, എന്റെ വിവാഹകാര്യത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുമായിട്ട് ആരും എന്റെ മുന്നിലേക്ക് വരാനും നിൽക്കണ്ട. ഇതെന്താ മോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്ത് പറ്റി ശാന്തി? അവക്ക് പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അവരുടെ വിവാഹകാര്യത്തെ പറ്റി പറഞ്ഞതൊക്കെ സർവ്വസാധാരണല്ലേ. അതിന് ഇങ്ങനെയാണോ മോള് പെരുമാറുന്നേ? മോളെ, അച്ഛൻ തെറ്റെന്തെങ്കിലും പറഞ്ഞോ? നല്ലൊരു കുടുംബമാണ്, നല്ലൊരു ചെറുക്കനാണ്, അപ്പൊ പിന്നെ ആലോചിക്കാന്ന് കരുതി. അത് വേറൊന്നും മനസ്സിൽ വെച്ചായിരിക്കില്ല സർ. നമ്മളെയൊക്കെ വിട്ടുപോകാനുള്ളൊരു വിഷമം തോന്നി കാണും, അല്ലേ മോളെ? ശരി, അമ്മയും മോളോട് സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് അല്പം ദൂരോട്ട് പോവാ. പക്ഷെ തിരിച്ചെത്തുമ്പോൾ മോൾക്ക് വ്യക്തമായൊരു മറുപടി ഉണ്ടാവണം. അത് ശാന്തിയുടെ ചുമതലയാ, കേട്ടല്ലോ. മോൾ റെസ്റ്റ് എടുത്തോ. ശാന്തി, ഒന്ന് വന്നേ. എന്താ ശാന്തി ഇങ്ങനെ? ഇപ്പൊ ഈ വിവാഹം നടത്തിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് വൈകുന്നല്ലേ പൂജാരി പറഞ്ഞിരിക്കുന്നേ. അത് ഗൗരവമായിട്ട് എടുക്കണ്ടേ നമ്മള്? കുട്ടികൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെല്ലാം വഴങ്ങി കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എന്റെ മോൾ ഈ കാര്യത്തിൽ സമ്മതിച്ചിരിക്കണം. ഇനി അതല്ല, അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൃത്യമായി ചോദിച്ചറിയണം. ആരാണെങ്കിലും നമുക്ക് നടത്തി കൊടുക്കാന്നേ. എന്റെ മോൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ.